സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വളരെ കോമൺ ആണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പം ഇന്ന് സ്ത്രീകൾക്ക് ഈ PCOD ഇഷ്യൂസ് കാരണം അവർക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവും, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് ഇഷ്യൂസ് കാണിക്കാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവർ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ PCODക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ എന്തൊക്കെയാണ്, അതേപോലെ അതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒന്നാണ് PCOD എന്ന് പറയുന്നത്. അതൊരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. അതായത് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ഇംബാലൻസ് വരുന്ന ഒരു ഇഷ്യൂ ആണ്. മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആണ് PCOD, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് അതിനെ PMOS എന്നും പറയാറുണ്ട്. കുറച്ചുകൂടി എൻഡോക്രൈൻ റിലേറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് യൂഷ്വലി ഇപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള വുമൻസിൻ്റെ ശരീരത്തിൽ നിന്നും എവറി മന്ത് ഒരു ഓവം റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ PCOD ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഇമ്മച്ചുവർ ആയിട്ടുള്ള ഓവം റിലീസ് ചെയ്തിട്ട് അവിടെ ഒരു സിസ്റ്റിക് ഫോർമേഷൻസ് സംഭവിക്കുകയാണ് പഠനങ്ങളിൽ പറയുന്നത്. അത് സിസ്റ്റായി അങ്ങനെ മൾട്ടിപ്പിൾ സിസ്റ്റ് ഓവറീസിന് ചുറ്റും ഫോം ചെയ്തിട്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെൻസസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ PCODൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ അല്ലെങ്കിൽ പീരീഡ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ചിലർക്ക് ഒരു 1 മന്ത് പീരീഡ്സ് ആവും, ദെൻ നെക്സ്റ്റ് മന്ത് ആവത്തില്ല, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് മന്തിൽ പീരീഡ്സ് ആവും. ചിലർക്ക് ഒരു 6 മന്ത് ഡിലേ വരും. ചിലർക്ക് ബ്ലീഡിങ്ങിലായിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ആദ്യത്തെ ഒരു 2 ഡേയ്സ് ഉണ്ടാവും, ദെൻ ഒരു 4 ഡേയ്സ് ഗ്യാപ്പ്, ദെൻ ഒരു 2 ഡേയ്സ് ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ ഒരു ഓൾട്ടേർഡ് ബ്ലീഡിങ് പാറ്റേൺസ് കാണിക്കാം. ചിലർക്ക് ഒട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല, അമിനേറിയ പോലെ സ്കാൻഡി ആയിട്ടുള്ള ബ്ലീഡിങ് കാണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അവർക്ക് വെയിറ്റ് കൂടി വരും, ശരീരഭാരം നന്നായിട്ട് കൂടാനുള്ള സാധ്യതകളുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ സ്കിന്നിൽ കളർ ചേഞ്ചസ് കാണിക്കാം, എസ്പെഷ്യലി കഴുത്തിൻ്റെ ഭാഗത്ത്, തൊടയിടുക്കുകളിൽ, കക്ഷത്തിൻ്റെ ഭാഗത്ത്, ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്കൻഡ് ആയിട്ടുള്ള സ്കിൻ ഫോർമേഷൻസ് കാണിക്കാം. ഇതിനാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ദെൻ അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇപ്പം സെക്ഷൽ ഡിസയറൊക്കെ വളരെ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു ലിബിഡോ എന്ന കണ്ടീഷൻസ് കാണിക്കാം. ദെൻ ഹെയർ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ചെസ്റ്റിലുണ്ടാവും, വയറിൻ്റെ ഭാഗത്ത്, അങ്ങനെ പല ഏരിയാസിലൊക്കെ ആയിട്ട് അൺനെസസറി ആയിട്ടുള്ള ഹെയർ ഗ്രോത്തുകൾ കാണിക്കാം. ഫേസിലൊക്കെ ആക്നി, ദെൻ പിമ്പിൾസ് ഇഷ്യൂസൊക്കെ കാണിക്കുന്നതും വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പീരീഡ്സിൻ്റെ സമയത്ത് സിവിയർ ആയിട്ടുള്ള പെയിൻ ഫീൽ ചെയ്യാം, ഓക്കാനം, ഛർദി, ദെൻ വയറിളകി പോവുക, ഹെയർ ഫോൾ ഇഷ്യൂസ് കാണിക്കാം, ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ, ഹെഡ് ഏക്ക്, ഇതൊക്കെ ആ ഒരു പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസാണ്. പീരീഡ്സ് ആവുകയാണെങ്കിൽ തന്നെ ചിലപ്പം ഹെവി ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്കാൻഡി ബ്ലീഡിങ് ഒക്കെ ആയിട്ട് കാണിക്കാം. കോംപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, അതായത് കുട്ടികളില്ലാത്തൊരു അവസ്ഥയിലേക്കും ഇത് ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഇത് വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതിനോടൊപ്പം തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഡെഫിഷ്യൻസി, എസ്പെഷ്യലി വൈറ്റമിൻ D, ദെൻ വൈറ്റമിൻ C, ഇതൊക്കെയാണ് മെയിൻലി ഇതിൻ്റെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെതായ ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വളരെ ഒരു ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സിനും സഹായിക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ D സഹായിക്കുന്നുണ്ട്. നമുക്കിപ്പം വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും പഠനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ PCOD കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ D ആദ്യം ചെക്ക് ചെയ്യുക. അത് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് വീക്ക്ലി വൺസ് ഒരു 1 or 2 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മെൻസസ് നല്ല രീതിയിൽ റെഗുലർ ആവാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് മെയിൻലി PCOD കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പം ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസിനെ ശരീരം അമിതമായിട്ട് കൊഴുപ്പാക്കി മാറ്റും. അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓവറീസിന് ചുറ്റുമുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മെഡിക്കലി ഡയബറ്റിക് ഓഫ് ഓവറി എന്ന് പറയും. സ്പെഷ്യലി PCODൻ്റെ ഒരു അതർ നെയിംസ്, അതിനെ കുറച്ചുകൂടി നമ്മൾ ഒരു കൊമേഡിയൻ രീതിയിൽ പറയുകയാണെങ്കിൽ ഡയബറ്റിക് ഓഫ് ഓവറി എന്ന് പറയും. ഓവറിക്ക് ചുറ്റുമുള്ള പ്രമേഹത്തിനെയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ ഇംബാലൻസ് ആണ് അതിലേക്ക് കൂടുതലായിട്ടും ലീഡ് ചെയ്യുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു പ്രക്രിയനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ PCODനെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഈ പ്രോട്ടീൻ
ഫാക്ടേഴ്സ് കുറഞ്ഞിട്ട് കൂടുതൽ അൺഹെൽത്തി ഫാറ്റ്സ് എടുക്കുന്ന സമയത്ത് വെയിറ്റ് ഗെയിനിങ്ങും അതേപോലെ തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും ഹോർമോണൽ ഇംബാലൻസും കാണിക്കാവുന്നതാണ്. ഫൈബറിൻ്റെ ഇൻടേക്ക് കുറയുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കൂടി വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, എസ്പെഷ്യലി ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെ വെയിറ്റ് ഗെയിനിങ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ സ്ലീപ്പ് പാറ്റേൺസ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതൊക്കെ കൂടുതലായിട്ടും അതിനെ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കാരണങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഇപ്പം ഉറക്കം കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഒരു ഡയറ്റും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെൻസസ് കറക്റ്റ് ആവാൻ സാധിക്കും. അതേപോലെ തന്നെ അയേൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള ആളുകൾക്കും ഇറഗുലാരിറ്റി കാണിക്കാം. ഓവർ ബ്ലീഡിങ് ഉണ്ടാവും, ചിലപ്പോൾ സ്കാൻഡി ബ്ലീഡിങ് ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. അതേപോലെ ഈ പീരീഡ് സമയത്ത് ഉണ്ടാവുന്ന ക്രാംസും അതൊക്കെ ഈ അനീമിയയുടെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ഒക്കെ കുടിക്കാം, ഉലുവ വെള്ളമൊക്കെ എടുക്കാം, ഹോട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ്, കൂടുതൽ സാലഡ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ PCODൻ്റെ ഡയറ്റ് പ്ലാനിലോട്ടേക്ക് വരുന്ന സമയത്ത് കൂടുതൽ സാലഡ്സുകൾ, എസ്പെഷ്യലി വെജിറ്റബിളും ഫ്രൂട്ട് സാലഡുകൾ കഴിക്കുക, യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, പിന്നെ എള്ളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഉലുവ നന്നായിട്ട് കഴിക്കുക, അത് ക്രാംസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഹെൽത്തി ഫാറ്റ്സുകൾ, എസ്പെഷ്യലി മീൻ, മുട്ട, ഒലിവ് ഓയിൽ, അവക്കാഡോ ഇതൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് വെയിൽ കൊള്ളുക. മിക്ക ആളുകൾക്കും ഇന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത് ഭക്ഷണത്തിലൂടെ ആവട്ടെ, അതേപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷറിലൂടെ ആവട്ടെ, അത് നന്നായിട്ട് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കണം അണ്ടർ എ ഡോക്ടർ കൺട്രോൾ, അല്ലാതെ സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കരുത്. പിന്നെ അൺനെസസറി ആയിട്ട് ഈ സ്റ്റിറോയിഡുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നല്ലത്. അത് കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻസ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി ആക്നെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്ന PCOD ആണെങ്കിൽ അവർ ഓയിലി ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, കൂടുതലായിട്ടും ഫ്രൂട്ട്സുകൾ പ്രിഫർ ചെയ്യുക, എസ്പെഷ്യലി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ കൊണ്ടുവരുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും വെയിറ്റ് ലോസിനും അത് ഹെൽപ്ഫുള്ളാണ്. ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യും. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അയൺ റിച്ച് ആയിട്ട് ആഹാരങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കുക. ഇപ്പം നിങ്ങളിപ്പം തോരനോ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് അതിൽ അയൺ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. ക്ഷീണം മാറ്റാനും അതേപോലെ തന്നെ ആ ഒരു ക്രാംസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് ജിഞ്ചർ ടീ ഒക്കെ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ ടീ ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വർക്കൗട്ടുകൾ ചെയ്യുക. പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക, അപ്പം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുക. പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ടൈമിങ്ങിലൊക്കെ നന്നായിട്ട് വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. ദെൻ സാൾട്ടിൻ്റെ ഇൻടേക്ക് ആയാലും ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. റെഡ് മീറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്യുക. കൂടുതൽ ഹെൽത്തി ഫാറ്റ്സ്, ഹെൽത്തി പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, വൈറ്റമിൻസ് ഈ ഒരു കോമ്പിനേഷൻസ് എപ്പോഴും ഉൾപ്പെടുത്തുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്ന സമയത്തായാലും ബ്രൗൺ റൈസ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് മിനിമം ഒരു 3 ലിറ്ററെങ്കിലും വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഡയറ്റ് പ്ലാനിലൂടെ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെറുതെ നമ്മൾ മെഡിസിൻസിന് ഡിപ്പെൻഡഡ് ആവാതെ കൂടുതലായിട്ടും ഡയറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.